അല്പസമയം കൂടെ നമുക്ക് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വേദഭാഗങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. മതി. പ്രൈസലോ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചന സങ്കീർത്തനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ ഇടവന്നു. അവിടെ വീണ്ടും ജനന അനുഭവത്തെക്കുറിച്ചും രക്ഷാ സ്നാനം, അതിനുശേഷം ഒരുവൻ്റെ ജീവിതത്തിൽ വഴി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവശബ്ദം പകർന്നു കൊടുത്ത് ദൈവം നടത്തുന്നതും ആ നിത്യതയോടുള്ള ബന്ധത്തിങ്കിൽ ആ വചനത്തെ കൊണ്ട് എത്തിക്കുവാനും ഒക്കെ സന്ദീപ് ബ്രദറിനെ ദൈവം സഹായിച്ചു. അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രൈസലോ, നമ്മൾ ദൈവകോപത്തിന് പാത്രരായിത്തീരരുത്. പ്രൈസലോ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ദിവസവും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആത്മീയ ജീവിതം നയിക്കുന്നവരായി തീരണം എന്ന് ഓർമ്മപ്പെടുത്തുവാൻ ഇടവന്നു. ആ സങ്കീർത്തനം കേട്ടപ്പോൾ തന്നെ ഞാൻ എടുത്ത ദൈവവചനം അതിനോട് വളരെയധികം ബന്ധമുള്ള ഒരു വേദഭാഗമാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. 11-ാമത്തെ വേദഭാഗത്തിൽ കാണുവാൻ കഴിയുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പ്രൈസലോ. സകല മനുഷ്യർക്കും രക്ഷാകാരമായ അല്ലെങ്കിൽ രക്ഷയ്ക്ക് കാരണമായ ദൈവത്തിൻ്റെ കൃപ ഉദിച്ചുവല്ലോ. പ്രൈസലോ. അപ്പൊ ദൈവത്തിൻ്റെ കൃപയാലാണ് നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടത്. സ്തോത്രം. ആ കൃപ എന്ന് പറഞ്ഞാൽ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ കർത്താവ് ദൈവസ്നേഹം ക്രൂശിൽ പ്രദർശിപ്പിച്ചു. ആ ക്രൂശിലെ യാഗത്താൽ നമ്മളെല്ലാവരെയും ദൈവമക്കളാക്കി തീർക്കുവാൻ ഇടവന്നു. പ്രൈസലോ. ആ ദൈവകൃപയെക്കുറിച്ച് തന്നെ നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ 1-2 വാക്യങ്ങൾ ഒന്ന് വായിച്ച് സഹായിക്കണം. പ്രൈസലോ. റോമാലേഖനം 5-ന്റെ 2-ാമത്തെ വേദഭാഗം ഒരാൾക്ക് വായിക്കാം. പ്രൈസലോ. ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. യേശു ക്രിസ്തുവിലൂടെ സകല മനുഷ്യർക്കും ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടവന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് വചനത്തിന് പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നാം എവിടെയാണ് നിൽക്കുന്നത്? നാം ഈ കൃപയിലാണ് നിൽക്കുന്നത്. പ്രൈസലോ. ഈ കൃപയിൽ നാം നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വാസം, ഹല്ലേലൂയ, അത് നിമിത്തമാണ് നമുക്ക് ഈ കൃപയിൽ ഇന്ന് പകൽക്കാലം ആയിരിക്കുവാൻ ഇടവരുന്നത്. പ്രൈസലോ. അപ്പൊ കൃപയാലുള്ള രക്ഷ നാം ഇന്ന് നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ കൃപയാലാണ്. പ്രൈസലോ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിതത്തിൽ ഒരു ശൂലം വന്നപ്പോൾ താൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ആ ശൂലം മാറുവാൻ. എന്നാൽ ദൈവം എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. പ്രൈസലോ. അപ്പൊ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ബലഹീനനായി പോകുമ്പോൾ ബലം നഷ്ടപ്പെടുമ്പോൾ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ. പ്രൈസലോ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളെ രക്ഷിച്ച ദൈവകൃപ, നമ്മെ ഇന്ന് നിർത്തിയിരിക്കുന്ന ദൈവകൃപ, നമ്മൾ ബലഹീനരായി തീരുമ്പോൾ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കൃപ. പ്രൈസലോ. അത് മാത്രമല്ല, ആ വാക്യം 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. പ്രൈസലോ. അപ്പൊ ഈ കൃപ നമ്മളെ കൊണ്ട്
എത്തിക്കുന്നത് എങ്ങോട്ടാണ്? ഒരു വലിയ പ്രത്യാശയിലേക്കാണ്. ഹല്ലേലൂയ. ആ പ്രത്യാശ എന്താണ്? യേശു കർത്താവ് ആ തേജസ്സിൽ വെളിപ്പെടുന്നു എന്നുള്ള പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. കൃപയാൽ ആരംഭിച്ചു, കൃപയിൽ നമ്മൾ നിൽക്കുന്നു, കൃപയിൽ നമ്മൾ ശക്തീകരിക്കപ്പെടുന്നു, ബലപ്പെടുന്നു. ആ കൃപയാൽ ആമേൻ പ്രൈസ് ദി ലോർഡ് സകല മനുഷ്യർക്ക് വേണ്ടി വെളിപ്പെട്ട യേശു കർത്താവിന്റെ പരമയാഗത്താൽ അതിൽ വിശ്വസിച്ച ഓരോ ദൈവമക്കൾക്കും ഒരു വലിയ പ്രത്യാശ ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ മേശയിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് ഈ വലിയൊരു പ്രത്യാശയുണ്ട്. ഹല്ലേലൂയ. എന്താണ് പ്രത്യാശ? എൻ്റെ കർത്താവ് മടങ്ങി വരുവാൻ പോകുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് മടങ്ങി വരുന്നോടം വരെ ഞാൻ ഈ മേശയിൽ പങ്കുകാരനായി തീരണം എന്നുള്ളത് ദൈവത്തിന്റെ കൽപ്പനയാണെങ്കിൽ ആമേൻ ഇതെന്നെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ സത്യ, ഒരു വലിയ പ്രത്യാശ. എൻ്റെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിക്കലായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ കൃപയെ കുറിച്ച് കേട്ടിരിക്കുന്നത് രക്ഷയ്ക്കായിട്ട് വെളിപ്പെടുന്ന കൃപ. ആമേൻ ഓരോ ദിവസവും വഴി നടത്തുന്ന കൃപ, ബലഹീനനാകുമ്പോൾ ശക്തീകരിക്കുന്ന കൃപ, ആമേ പ്രത്യാശ നൽകുന്ന കൃപ എന്നുള്ള നിലയിൽ ഈ കൃപയെ നമ്മൾ ആമേ മനസ്സിലാക്കുവാൻ ഇടവന്നു. എന്നാൽ നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു കാര്യം കാണുവാൻ കഴിയുന്നു. നാം ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഏതാണ് നമ്മളെ ശിക്ഷിക്കുന്നത്? ദൈവകൃപ. ആമേൻ പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യുകയാണ്? ശിക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവമക്കൾക്ക് ആ വചനത്തിന്റെ ആഴം മനസ്സിലായോ? നമ്മൾ ഈ കൃപ എന്ന് പറയുമ്പോൾ കേവലം എൻ്റെ രക്ഷ, എൻ്റെ വിടുതൽ, ആമേൻ പ്രൈസ് ദി ലോർഡ്, പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കാൻ എന്നെ ശക്തീകരിക്കുന്നത് എന്നൊക്കെ മാത്രം ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറയുകയാണ്, ദൈവം നമ്മളെ ബാലശിക്ഷയിലൂടെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ നമ്മളോടുള്ള വലിയ കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് നമ്മളെ ബാലശിക്ഷയിലൂടെ കടത്തി വിടുന്നത്? പ്രൈസ് ദി ലോർഡ്. ഭക്തികേടും പ്രപഞ്ചമോഹവും ഒക്കെ വർജിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ആമേ പ്രൈസ് ദി ലോർഡ് ദൈവഭക്തിയോടും കൂടെ ജീവിക്കേണ്ടതുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു വലിയ പ്രാധാന്യതയുള്ള വസ്തുത ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം? സുബോധത്തോടെ ജീവിക്കണം, ഭക്തിയോടെ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ നീതിയോടെ, ഭക്തിയോടെ, സുബോധത്തോടെ ആത്മീയ ജീവിതം നയിക്കുവാൻ നമ്മളെ എന്ത് ചെയ്യുകയാണ്? ദൈവം ബാലശിക്ഷയിലൂടെ കടത്തിവിടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ശിക്ഷയിൽ നമ്മളെ തകർക്കുകയല്ല, നമ്മളെ ശിക്ഷിച്ച് വളർത്തുന്നു എന്നാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാമോ? ആമേൻ. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം 6 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് നിർത്തി വായിക്കണമേ. എബ്രായ ലേഖനം. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോട് എന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? വായിച്ചെടുത്തായിട്ട്. നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? താഴോട്ട് വായിക്കാം. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. താഴോട്ട് വായിക്കാം. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവൻ ഈ ലോകത്തിലെ പിതാക്കന്മാര് നമ്മളെ ശിക്ഷിച്ചത് കുറെ കാലത്തേക്കും അവർക്ക് ബോധിച്ച പ്രകാരവുമാണ്. ഇനി താഴോട്ട് വായിക്കാം. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. എന്നാൽ സർവശക്തനായ ദൈവം നമ്മെ ബാലശിക്ഷയിലൂടെ കടത്തി വിടുന്നത് എന്തിനു വേണ്ടിയാ? ആമേൻ. അവന്റെ വിശുദ്ധി പ്രാപിക്കാൻ, ആമേൻ, നമ്മുടെ ഗുണത്തിനു വേണ്ടിയാണെന്നാണ് ദൈവവചനം പറയുന്നത്. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ടെ. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രയെന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം
ലഭിക്കും. ആമേൻ. അതിനാൽ അഭ്യാസം വന്നവർക്ക് എന്ത് ലഭിക്കുകയാ? നീതി എന്ന സമാധാന ഫലം ലഭിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവവചനം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ദൈവമക്കളെ, നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന ആ വഴികളിൽ ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ടി ബാലശിക്ഷയിലൂടെ ദൈവം നമ്മളെ കടത്തി വിടും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ബാലശിക്ഷയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൃപ അവിടെ വെളിപ്പെടുന്നത് കൊണ്ടാണ് ആ ശിക്ഷയിൽ ഞാൻ തകർന്നു പോകാതിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിയ ആ മലയുടെ താഴ്വാരത്തിലെങ്കിലും ആരെങ്കിലും ചെന്ന് തൊട്ട് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? മരണമാ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവിക സാന്നിധ്യം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. അതേ ദൈവം തന്നെയാണ് നമ്മളെ ബാലശിക്ഷയിലൂടെ കടത്തിവിടുന്നത്. ആ ദൈവത്തിന്റെ ശക്തി, ആ ദൈവത്തിന്റെ തീവ്രത എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഈ ശിക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തകർന്നു പോകാതിരിക്കുന്നതിനൊരു കാരണം, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ കൃപ, നമ്മളോടുള്ള ദൈവത്തിന്റെ സ്നേഹം, നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ആമേൻ, അതിന്റെ നടുവിൽ ദൈവം നിവർത്തീകരിച്ചുകൊണ്ട് ഇരിക്കുകയാണെന്ന് വചനം ശക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അവൻ നമ്മളെ ശിക്ഷിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു വളർച്ചയ്ക്ക് അത് സാധ്യത തരികയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ പ്രൈസ് ദി ലോർഡ് തന്റെ ശിക്ഷണ നടപടികളെ കടത്തി വിടുന്നുവെങ്കിൽ അതൊരിക്കലും തകർത്ത് കളയാനല്ലെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാ. നമ്മളെ ശുദ്ധീകരിച്ച് ദൈവസന്നിധി കാഴ്ചവെക്കുവാനാണെന്ന് വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 5-ാമത്തെ അധ്യായം അതിന്റെ 1 തൊട്ട് വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിൽ ഒരു ഗോപുരം പണിതു, ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരി അത്രേ. ആമേൻ. ഇവിടെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയതമൻ അവൻ്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമൻ ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. 7-ാമത്തെ വാക്യം നോക്കിക്കേ. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രായേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദ പുരുഷന്മാരും ആകുന്നു. അവൻ ന്യായത്തിനായി കാത്തിരുന്നു, എന്നാൽ ഇതാ അന്യായം, നീതിക്കായി നോക്കിയിരുന്നു, എന്നാൽ ഇതാ ഭീതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ ഇസ്രായേലിയ ജനം എന്നുള്ള ആ മുന്തിരിത്തോട്ടം, അതിൻ്റെ നടുവിൽ യഹൂദൻ എന്ന നടുതല ദൈവം നട്ടു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് ആ തോട്ടത്തിന് ചുറ്റിനും എന്ത് ചെയ്യുകയാണ്? ദൈവം വേലി കെട്ടി. പ്രൈസ് ദി ലോർഡ്. അതിനകത്തെ കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് താഴോട്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഗോപുരം അതിൻ്റെ നടുവിൽ പണിതിട്ട് ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കും എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവം ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സംഭവിച്ചത് എന്താണ്? കാട്ടുമുന്തിരിങ്ങ. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മളോട് വളരെ വ്യക്തമായി ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, കൃപയാൽ ഒരു വലിയ രക്ഷ നമ്മുടെ ജീവിതത്തിൽ തന്നു. പ്രൈസ് ദി ലോർഡ്. ആ കൃപ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വെളിപ്പെട്ട വില എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. തങ്കച്ചോര നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഹല്ലേലൂയ. അവൻ നമ്മളെ വിലയ്ക്ക് മേടിച്ചു, ഈ ആത്മീയ സത്യത്തിലാക്കി വച്ചിരിക്കുകയാ. നമ്മൾ നമുക്ക് ലഭിച്ച പ്രകാശനത്തിനനുസരിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, യേശു കർത്താവിനെ നമ്മൾ ധരിക്കുവാൻ വേണ്ടി, യേശു കർത്താവിനെ സാക്ഷീകരിക്കുവാൻ വേണ്ടി ജലത്തിൽ ഇറങ്ങി സ്നാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസവും വഴി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിപ്പോകാതെ നമ്മൾ നടത്തുന്ന ആ ദൈവത്തിന്റെ കൃപ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരെയും ദൈവം പാപത്തിന്റെ ആഴങ്ങളിൽ നിന്ന് വിടുവിച്ചെടുത്തിട്ട് ഈ കൃപയിലേക്ക് കൊണ്ടുവന്ന് ദൈവ സാന്നിധ്യത്തിന്റെ നടുവിൽ നട്ടിരിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മളിൽ നിന്നെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ആത്മാവിന്റെ ഫലം നമ്മളിൽ നിന്ന് പുറപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശ്രദ്ധിച്ച ദൈവമക്കളെ, ആ നടുനിലയെ കൊണ്ട് നട്ടിട്ട് ദൈവം എന്ത് ചെയ്യുക? ഒരു സംരക്ഷണം
സംരക്ഷണം ഒരുക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് അവിടെ വെളിപ്പെടുന്നത്. ദൈവം ആ ജനത്തെ സംരക്ഷിക്കുകയാ. ദൈവം ആ ജനത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുകയാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല. ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരു റിസൾട്ട് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തോട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്, ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാട്ടുപാടിയോന്നല്ല, നമ്മൾ ഓഫറിംഗ് കൊടുത്തോന്നല്ല, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ പ്രസംഗം കേട്ടോന്നല്ല, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഞായറാഴ്ച ആരാധനയ്ക്ക് വന്നൊന്നുമല്ല, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് ദൈവസന്നിധി കാഴ്ചവെക്കുക എത്ര പേർക്ക് കഴിയുന്നുവെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തെങ്കിൽ ദൈവം എങ്ങനെ ഇടപെട്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ദൈവം ചെയ്ത ഒരു കാര്യം, ഇവരെ പ്രൈസ് ദി ലോർഡ് ദൈവഹിതത്തിലേക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഇവർക്ക് ചുറ്റിനും ഉണ്ടായിരുന്ന ഈ വേലി എന്ത് ചെയ്തു? പൊളിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആ പൊളിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ നടുതലയൊക്കെ വന്നിട്ട്, ഹല്ലേലൂയ, ഇതിനെയൊക്കെ എന്ത് ചെയ്യുക? മാന്തിക്കളയുകയാ. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ദൈവം ആകാശത്തോട് കൽപ്പിച്ചു, മഴ പെയ്യരുതെന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ശ്രദ്ധിച്ചേ, മഴ പെയ്തില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്? ഹല്ലേലൂയ. ഇനി അതിന് വളർച്ചയുണ്ടോ? അവിടെ ഫലം കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് അതിനെ മാറ്റിവിടുവാൻ ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആലോചന ഇങ്ങനെ പറയുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ നിന്ന് ആഗ്രഹിക്കുന്ന ദൈവിക പ്രവർത്തികളിലേക്ക് നമുക്കൊരു രൂപമാറ്റം ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ബാലശിശയിലേക്ക് നമ്മളെ കടത്തിവിടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ബാലശിശയിലേക്ക് കടത്തി വിടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, നമുക്ക് ചുറ്റിനുമുള്ള വേലികൾ പൊളിയപ്പെടും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അതുവരെ അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ ആശിഷമാരി, ആമേൻ, അനുഗ്രഹത്തിൻ്റെ മഴ, ഹല്ലേലൂയ, ദൈവം ആകാശത്തെ അടച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു വരുന്ന സത്യം മനസ്സിലാക്കണം. ആകാശത്തെ അടയ്ക്കുന്നതും വേലി പൊളിച്ചു കളയുന്നതും എന്നേക്കുമായി തകർത്ത് കളയുവാനല്ല. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന ആ രൂപത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് അതിനെ ഇന്ന് പകൽക്കാലം തിരിച്ചറിയാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ ശ്രദ്ധിച്ചേ, ഇതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു. ആമേ, മഴ പെയ്യരുതെന്ന് ആകാശത്തോട് കൽപ്പിക്കുകയാ. ആമേ, സംഭവിക്കുന്നത് എന്താ? മഴ പെയ്യുന്നില്ല, വേലി പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. ശത്രു ഇതിനകത്തേക്ക് കയറുകയാ. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ അവരെ ആമേൻ ഒരു സ്പിരിച്വൽ ഡിസിപ്ലിനിലേക്ക് ദൈവം നടത്തുന്നത് നമുക്ക് താഴോട്ട് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. അതിലൂടെ ഇവർ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. 8-ാമത്തെ വാക്യം വായിച്ചാട്ടെ. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളം വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ കൂട്ടുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾ മാത്രം ദേശമധ്യേ പാർക്കത്തക്കവണ്ണം മറ്റാർക്കും സ്ഥലമില്ലാതെയാകുവോളം വീടോട് വീട് ചേർക്കുന്നു, വയലോട് വയൽ ചെയ്യുന്നു. ആമേൻ, അവർക്ക് അയ്യോ കഷ്ടം. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നത് അവരുടെ അത്യാഗ്രഹത്തെക്കുറിച്ചാണ്. സ്തോത്രം. അവരെന്ത് ചെയ്യുകയാണ്? വീടോട് വീട് കൂട്ടുന്നു, വയലിനോട് വയൽ കൂട്ടുന്നു. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, മറ്റാർക്ക് സ്ഥലം കിട്ടുന്നില്ല. ഹല്ലേലൂയ. മറ്റാർക്കും എന്ത് ചെയ്യുന്നില്ല? ആ വിടുതൽ കിട്ടാത്ത നിലകളിൽ ആമേൻ അവരെന്ത് ചെയ്യുക? എല്ലാം സമാഹരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗ്രീഡ്, ഹല്ലേലൂയ, അത്യാഗ്രഹത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം യോബേൽ സംവത്സരത്തെ കുറിച്ച് അറിയാം. എന്തിനാ യോബേൽ സംവത്സരം ആമേൻ ജൂബിലി ഇയർ ദൈവം വെച്ചിരിക്കുന്നത്? 50-ാമത്തെ സംവത്സരത്തെങ്കിൽ ആരുടെയെങ്കിലും ഇപ്പോൾ ആമേൻ എനിക്ക് ആമേൻ ഒരു സമയത്ത് ഒരു ബുദ്ധിമുട്ട് വന്നു, ആമേൻ എൻ്റെ സ്ഥലം മറ്റൊരാളെ ഏൽപ്പിച്ചു. ആമേൻ, പ്രൈസ് ദി ലോർഡ്. 50-ാമത്തെ സംവത്സരത്തിൽ സംഭവിക്കേണ്ടത് എന്താണ്? ആമേൻ മടക്കി തരണം. പ്രൈസ് ദി ലോർഡ്. ഞാനിപ്പോൾ സന്ദീപ് ബ്രദറിന് എൻ്റെ സ്ഥലം കൊടുത്തു, എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. ആമേൻ, എനിക്ക് ജീവിക്കാൻ പൈസ ഇല്ല. സന്ദീപ് ബ്രദറിന് പൈസ മേടിച്ചിട്ട് ഞാൻ എൻ്റെ സ്ഥലം സന്ദീപ് ബ്രദറിന് കൊടുത്തു കഴിഞ്ഞാൽ 50-ാമത്തെ സംവത്സരത്തിൽ ചെയ്യേണ്ടത് എന്താണ്? സന്ദീപ് ബ്രദർ ആ സ്ഥലം എനിക്ക് മടക്കി തരണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ മടക്കി തരുമ്പോൾ ആമേൻ ഞാൻ ആമേൻ എളിയവനായി തീരത്തില്ല, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവനായി തീരത്തില്ല. ഞാൻ വീണ്ടും എന്ത് ചെയ്യുകയാണ്? വളർച്ച പ്രാപിക്കാൻ ഒരു അവസരം. അതാണ് ആമേൻ ജൂബിലി ഇയർ എന്ന് പറയുന്നത്. പ്രൈസലോ ആദിമ നൂറ്റാണ്ടിൽ ആമേൻ ദൈവത്തിന്റെ സഭ ഉടലെടുത്തപ്പോൾ അവരെന്ത് ചെയ്തു? എല്ലാം ദൈവസഭയിലേക്ക് കൊണ്ടുവന്നു. അതെല്ലാവരും ഒരുമിച്ച് അനുഭവിക്കുന്ന അവരിൽ എന്തില്ലായിരുന്നു? ഒരു വേർതിരിവില്ലായിരുന്നു എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആമേൻ ബൈബിളിന്റെ എക്കണോമി അതാ, ബൈബിളിന്റെ പ്രിൻസിപ്പിൾ അതാ. പ്രൈസലോ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകപ്രകാരം നമ്മൾ പലതും കൂട്ടുവാൻ വേണ്ടി ഓടുമ്പോൾ പ്രൈസലോ ദൈവം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ആമേൻ ഒരു നിമിഷം ഇരുന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ ആമേൻ വീട് കൂട്ടുന്നതോ സ്ഥലം കൂട്ടുന്നതോ അല്ല. ആമേൻ അങ്ങനെ കൂട്ടുമ്പോൾ ഒരു കൂട്ടര് ത്യജിക്കപ്പെടുകയാ. ആമേൻ പ്രൈസലോ മാറി നിൽക്കേണ്ടി വരികയാ. അവർക്ക് മുമ്പോട്ട് കടന്നു വരുവാൻ ഒരു സാഹചര്യങ്ങൾ ഇല്ലാതെയാകുകയാ. ആമേൻ പ്രൈസലോ അവിടെ മറ്റുള്ളവരോട് കരുണയുള്ളവരായി നമ്മൾ തീരണമെന്നും കൂടെ ദൈവത്തിന്റെ വചനം വ്യക്തമായി ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസലോ ഇനി അതിന്റെ 11ാമത്തെ വേദഭാഗം വായിച്ചാട്ടെ. സ്തോത്രം. അതികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അടുത്ത വാക്യം കൂടെ. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞും ഉണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. ആമേൻ. അധികാലത്ത് എഴുന്നേറ്റിട്ട് മദ്യം തേടി ഓടുകയാ, വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകി ഇരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളുണ്ട്, കിന്നരമുണ്ട്, വീണയുണ്ട്, തപ്പുണ്ട്, കുഴലുണ്ട്. ആമേൻ പ്രൈസ്. അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് പ്ലഷറാണ്. ഹല്ലേലൂയ. ആമേൻ ലൗകിക സുഖങ്ങളാണ് അവർ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്. ആമേൻ അവരെ കുറിച്ച് പറയുന്ന യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നില്ല. പ്രൈസലോ ദൈവമക്കളെ, ഒരു കാര്യം വചനം വ്യക്തമായി പറയുകയാ, നമ്മൾ ലൗകിക സുഖങ്ങൾക്ക് പിന്നാലെ ഓരോ ദിവസം ഓടുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രവൃത്തിയെ നമുക്ക് ഓർക്കാൻ കഴിയണം. പ്രൈസലോ നമ്മുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ലോകപ്രകാര സന്തോഷം തരുന്ന പല കാര്യങ്ങൾ ഉണ്ടായിരിക്കുക. അതിലേക്ക് മാത്രം നമ്മൾ ഓടുമ്പോൾ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ ആമേൻ ഊറ്റി തന്ന് എന്നെ സ്നേഹിച്ച അരുമനാഥനായ കർത്താവ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? പ്രൈസലോ ഹല്ലേലൂയ. ആമേൻ ഈ ലൗകിക കാര്യങ്ങളാണോ? അത്യാഗ്രഹമാണോ? പ്രൈസലോ ലോകപരമായ വിഷയങ്ങളാണോ? അതോ ആമേൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ എന്താണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ. ഞാൻ വളരെ വേഗത്തിൽ വായിച്ചു പോകാം. പ്രൈസലോ 18ാമത്തെ വാക്യം. വ്യാജ പാശം കൊണ്ട് അകൃത്യത്തെയും വണ്ടിക്കയറുകൊണ്ട് എന്ന പോലെ പാപത്തെയും വലിക്കുകയും അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ ഇസ്രായേലിന്റെ പരിശുദ്ധൻ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്ന് പറയുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ഇവിടെ ആമേൻ പ്രൈസലോ സർവശക്തനായ ദൈവത്തോട് അവർ മത്സരിക്കുന്നതാ കാണുന്നത്. പ്രൈസലോ അവർ പറയുന്ന ഒരു കാര്യം, ആമേൻ അവൻ ബന്ധപ്പെട്ട് തന്റെ പ്രവൃത്തിയെ വേഗത്തിൽ നിവർത്തിക്കട്ടെ. കാണാമല്ലോ ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ ആലോചന അടുത്തു വരട്ടെ, നമുക്കറിയാമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവരത് ദൈവത്തോട് മത്സരിക്കുകയാണ്. പ്രൈസലോ 20ാമത്തെ വാക്യം. തിന്മയ്ക്ക് നന്മ എന്നവർ പറയും, നന്മയ്ക്ക് തിന്മ എന്ന് പറയും. ഇരുട്ടിനെ വെളിച്ചം എന്ന് പറയും, വെളിച്ചത്തെ ഇരുട്ടാക്കും. കയ്പിനെ മധുരവും മധുരത്തെ കയ്പും ആക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. പ്രൈസലോ ഹല്ലേലൂയ. അവരുടെ ആത്മീയ അന്ധതയാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസലോ ആമേൻ. അടുത്ത വാക്യം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. പ്രൈസലോ ഹല്ലേലൂയ. അവരുടെ നിഗളത്തെയാണ് അവിടെ കാണുന്നത്. ആമേ തങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യുക? ജ്ഞാനിയായിട്ട് തോന്നുക, തങ്ങൾക്ക് തന്നെ വിവേകിയായിട്ട് തോന്നുകയാ. അടുത്ത വാക്യം. പ്രൈസലോ ആമേ. വീഞ്ഞ് കുടിപ്പാൻ വീരന്മാരുടെ മദ്യം കലർത്തുവാനും ശൂരന്മാരുമായുള്ളവർക്ക് സമ്മാന നിമിത്തം ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാന്റെ നീതിയെ ഇല്ലാതാക്കുകയും ചെയ്യുക. അഴിമതിയെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവമക്കളെ, ഞാനൊന്ന് ആമേ സംക്ഷിപ്തമായിട്ട് പറയട്ടെ. ഒന്ന് അത്യാഗ്രഹമാണ്, രണ്ട് ലൗകിക സുഖങ്ങളാണ്. പ്രൈസലോ 3 ദൈവത്തോടുള്ള മത്സരമാണ്, 4 ആത്മീയ അന്ധതയാണ്. പ്രൈസലോ ആമേൻ. 5 നിഗളമാണ്. പ്രൈസലോ ആമേൻ. 6 അനീതിയാണ്. ഇതെല്ലാം ഇവരിൽ നിന്ന് എന്ത് ചെയ്തു? വെളിപ്പെടുവാൻ ഇടവന്നു. പ്രൈസലോ ഞാൻ പറഞ്ഞ് ആമേ തുടങ്ങിയത് എന്താണ്? പ്രൈസലോ കൃപ എന്ന് പറയുന്ന രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല, കൃപ വെളിപ്പെടുന്നത് നമ്മളെ ശിക്ഷിച്ച് വളർത്തുവാൻ വേണ്ടിയും കൂടിയാണ്. പ്രൈസലോ അപ്പൊ ദൈവം ആഗ്രഹിച്ച ഒരു റിസൾട്ട് ഈ ജനത്തിൽ നിന്ന് ലഭിക്കാതിരിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുക?
ചില പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൂടെ അവരെ കടത്തിവിടുകയാണ്. പ്രൈസലോ ആമേൻ. ആ തീച്ചൂളയുടെ നടുവിലൂടെ അവരെ കടത്തിവിടുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, അവിടെ കൃപ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ തീച്ചൂളയിൽ സംഹരിക്കപ്പെട്ടു പോകാതിരിക്കുന്നത്. ആമേൻ. ദൈവം എന്തിനാ തീച്ചൂളയിലേക്ക് കൊണ്ടുപോകുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ തീരണം എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം ശക്തമായി ഓർമ്മപ്പെടുത്തും. ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. പ്രൈസലോ അതിൻ്റെ 26 വാക്യം തൊട്ട്, അവൻ ദൂരത്തുള്ള ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി, ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവരെ ചൂള കുത്തി വിളിച്ചു. അവർ ബന്ധപ്പെട്ട് വേഗത്തിൽ വരും. അവരിൽ ഒരുത്തനും ക്ഷീണിക്കുകയോ ഇടറുകയോ ചെയ്യുകയില്ല, ഒരുത്തനും ഉറക്കം തൂങ്ങുകയില്ല, ഉറങ്ങുകയില്ല. അവരുടെ അരക്കച്ച അഴികയില്ല, ചെരുപ്പുപാറ പൊട്ടുകയില്ല. അവരുടെ അമ്പ് കൂർത്തും വില്ല് എല്ലാം കുലച്ചുമിരിക്കുന്നു. അവരുടെ കുതിരകളുടെ കുളമ്പ് തീക്കല്ല് പോലെയും അവരുടെ രഥചക്രം ചുഴലിക്കാറ്റ് പോലെയും. പ്രൈസലോ ആമേൻ. ഇവിടെ സർവശക്തനായ ദൈവം ഒരു ജാതിയെ വിളിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇസ്രായേലിനെ ദൈവത്തിന്റെ വഴികളിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. ഏത് ജാതിയാ? അസീരിയൻസ്. പ്രൈസലോ അശൂർ എന്ന് പറയുന്ന ജാതി ആദ്യമായിട്ട് ഇസ്രായേലിനെ പ്രൈസലോ പരാജയപ്പെടുത്തിയ ഒരു ജാതി അസീരിയൻസ്. അതിനുശേഷം ബാബിലോണൊക്കെ വരുന്നത്. പ്രൈസലോ BC 701 അസീരിയൻസ് അല്ലെങ്കിൽ അശൂർ ഇസ്രായേലിനെതിരായിട്ട് കടന്നു വരുന്നത്. ശമരിയ പട്ടണം അവർ പിടിക്കുന്നത് BC 701. പ്രൈസലോ അതിനുശേഷം അവർ യെരൂശലേമിനെ പിടിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസലോ ഈ അസീരിയൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരെ ശത്രുക്കളോട് ഒരു തരത്തിലുള്ള പ്രൈസലോ മനസ്സലിവും കാണിക്കാത്തവര്. പ്രൈസലോ ഏതെങ്കിലും ഒരു ശത്രുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ കൈ എന്ത് ചെയ്യും? ആംബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ കൈ വെട്ടിക്കളയും, കാല് വെട്ടിക്കളയും. ജീവനോടെ ശരീരത്തിന്റെ തൊക്കുകൾ വലിച്ച് ഉരിയുന്നവരാ. പ്രൈസലോ അതുകൊണ്ടാ പ്രൈസലോ നിനവെ പട്ടണത്തിലേക്ക് പോകാൻ വേണ്ടി ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യോനയോട് ദൈവം പറയുമ്പോൾ യോന എന്ത് ചെയ്യുന്നില്ല? നിനവെ പട്ടണത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. ഈ അശൂരിന്റെ അസീരിയൻസിന്റെ തലസ്ഥാനമാണ് നിനവെ എന്ന് പറയുന്നത്. പ്രൈസലോ അപ്പോൾ ആ യോനയുടെ മനസ്സിലും എന്ത് ചെയ്യുക? കിടക്കുകയാ തൻ്റെ ജനത്തോട് ഇവർ ചെയ്ത ക്രൂരകൃത്യങ്ങൾ. പ്രൈസലോ ദൈവമക്കൾ ഒരു കാര്യം വചനം വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ അസീരിയൻസിനെ കൊണ്ടുവന്ന് അശൂരിനെ കൊണ്ടുവന്ന് ദൈവം എന്ത് ചെയ്യുക? ഈ ജനത്തെ ഡിസിപ്ലിൻ ചെയ്യുന്നത് നമുക്ക് തിരുവചനത്തിൽ ഇവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസലോ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു സാരം. പ്രൈസലോ അശൂര് വന്ന് ഇവരെ ആക്രമിച്ച് പ്രൈസലോ ഹല്ലേലൂയ എല്ലാം തരിപ്പണമാക്കി. എന്നാൽ അവിടെ നിന്ന് വീണ്ടും അവരെഴുന്നേറ്റ് വരുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ആ ജനത്തോടുള്ള ദൈവത്തിന്റെ കൃപയാ. പ്രൈസലോ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ എത്രയോ വട്ടം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന് ചുറ്റിനുമുണ്ടായിരുന്ന ദൈവിക സംരക്ഷണങ്ങളെ ആ വലയത്തെ ദൈവം പൊളിച്ചു കളഞ്ഞു. ഹല്ലേലൂയ എത്രയോ വട്ടം ആകാശത്ത് മഴ പെയ്യുന്നു ദൈവം കൽപ്പിച്ചു. ഹല്ലേലൂയ എത്രയോ വട്ടങ്ങൾ പലവിധ പ്രതിസന്ധികളുടെ നടുവിലൂടെ നമ്മളെ കൊണ്ടുപോയി. അവിടെയൊക്കെ സംഭവിച്ച ഒരു കാര്യമുണ്ട്. പ്രൈസലോ നമ്മൾ ദൈവസന്നിധിയിൽ അനുദപിച്ചു, നമ്മൾ ദൈവസന്നിധി താണു. പ്രൈസലോ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഹല്ലേലൂയ ദൈവം കൈവിട്ട് കളഞ്ഞില്ല, ഉപേക്ഷിച്ച് കളഞ്ഞില്ല. അവൻ നമ്മളെ ശിക്ഷിക്കുന്ന ദൈവമാണെങ്കിൽ ആ ശിക്ഷയിലൂടെ നമ്മളെ വളർത്തുന്ന ദൈവമാണെന്ന് ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുകയാ. ഞാൻ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. പ്രൈസലോ 14 വാക്യം, പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായി പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവും ഹോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ മനുഷ്യൻ കുനികയും പുരുഷൻ വണങ്ങുകയും നിഗളികളുടെ കണ്ണ് താഴുകയും ചെയ്യുന്നു. എന്നാൽ സൈന്യങ്ങളുടെ യഹോവ ന്യായവിധിയിൽ ഉന്നതമായിരിക്കുകയും പരിശുദ്ധ ദൈവനീതിയിൽ തന്നെ താൻ പരിശുദ്ധനായി കാണിക്കുകയും ചെയ്യും. അപ്പോൾ കുഞ്ഞാടുകൾ മേച്ചിപ്പുറത്തെന്ന പോലെ മേയും, പുഷ്ടിയുള്ളവരുടെ ശൂന്യ പ്രദേശങ്ങളെ സഞ്ചാരികൾ അനുഭവിക്കും. പ്രൈസലോ അപ്പോൾ ഈ ഒരു ഡിസിപ്ലിനിലൂടെ കടത്തിവിടുമ്പോൾ മനുഷ്യൻ എന്ത് ചെയ്യുക? അവൻ താഴുകയ, അവൻ്റെ നിഗളം കുറയുക, അവൻ ദൈവസന്നിധിയിൽ അനുദപിക്കുകയാ. പ്രൈസലോ അനുതാപത്തിലൂടെ മറ്റുള്ളവർക്കും പ്രയോജനമുള്ളവനായി അവൻ്റെ ജീവിതം തീരുകയാ. പ്രൈസലോ ഇന്ന് പകൽക്കാലം കണ്ണുകൾ അടച്ചാട്ടെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. പ്രൈസലോ ദൈവമക്കളെ നമ്മളെ രക്ഷിച്ചത്, നമ്മളെ വീണ്ടെടുത്ത്
കൊടുത്തത് വില കൊടുത്ത പ്രൈസലോ ആ വിലയെന്ന് പറയുന്നത് കാൽവറിയിൽ എൻ്റെ കർത്താവ് ആമൻ ഒഴുക്കിയ ആമൻ രക്തത്തുള്ളികൾ പ്രൈസലോ അതിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരാണ് ദൈവസന്നിധിയിൽ ഇന്ന് പകൽക്കാലമായിരിക്കുന്നത്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് ലഭിച്ച വലിയ രക്ഷയെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ പ്രത്യാശ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളുടെ നടുവിൽ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഓർത്തുകൊണ്ട് ആമേൻ ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ. എന്നിട്ട് ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചാട്ടെ, എന്തിനാണ് എന്നെ രക്ഷിച്ചത്? എന്തിനാണ് ഈ ആത്മീയ സൗഭാഗ്യത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത്? എന്തിനാണ് ആമേൻ എനിക്ക് പ്രത്യാശ തന്നത്? പ്രൈസലോ എന്നിൽ നിന്ന് എൻ്റെ ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? പ്രൈസലോ ദൈവമക്കളെ, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മുടെ ജീവിതം തീരുവാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ്. പ്രൈസലോ ഒന്ന് അനുദപിക്കാൻ കഴിയുന്നുവോ? പ്രൈസലോ എവിടെയെങ്കിലും അത്യാഗ്രഹം കടന്നു വന്നുവെങ്കിൽ, ലൗകിക മോഹങ്ങൾക്ക് പിന്നാലെ നമ്മൾ ഓടിപ്പോയ സാഹചര്യം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് മത്സരിച്ചു പോയ സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ, നിഗളം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, പ്രൈസലോ ദൈവത്തോട് ഏറ്റു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ആ തങ്കച്ചോരയാൽ എന്നെ ഒന്ന് കഴുകണമേ എന്ന് ദൈവത്തോടൊന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ദൈവമക്കളും ശാന്തമായി കർത്താവിന്റെ മേശയിലേക്ക് നമ്മൾ അടുത്തു വരികയാ. ഈ മേശ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹത്തിന്റെ കാരണമായി തീരട്ടെ. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിന്റെ കാരണമായി തീരട്ടെ. ഒന്ന് സമർപ്പിച്ച് ശാന്തമായിട്ട് കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം.